ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നെത്തോലി മീനാണ് മേടിച്ചത്. ലഞ്ചിന് നെത്തോലി ഫ്രൈ, നെത്തോലി ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് ഈ മീനൊന്ന് കഴുകിയെടുക്കാം. ഇത് കഴുകിയെടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ലേശം ഉപ്പിട്ടൊന്ന് മിക്സാക്കി നല്ലോണം ഉരച്ചെടുക്കണം. അപ്പോൾ നല്ല വൃത്തിയാവും. അതിൻ്റെ ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇടുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുവേ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തലയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പേസ്റ്റൊക്കെ എടുത്ത് മാറ്റി നല്ലോണം കഴുകിയെടുത്തിട്ട് ഇനി നമുക്ക് ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണേ. കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആ വേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടും. അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് ലേശം കുരുമുളക് പൊടി, ചില്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ ലേശം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് മസാലയിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഒരു ലേശം ഇട്ട് കൊടുത്തിരിക്കണേ. അപ്പോൾ പാകത്തിന് മസാലയൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് 2 സബോളയും കൂടെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇഞ്ചി ഒരു കഷ്ണം, 2-3 വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മൺപാത്രം വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നെത്തോലി ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം. അപ്പോൾ അതിലേക്ക് ലേശം കടുകും, ഒരു 1/2 ടീസ്പൂൺ കടുകും, 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ചേ വെക്കുന്നുള്ളൂ ഗ്രേവി. അപ്പോൾ അതുകൊണ്ട് 2 സബോള ചെറുതായി അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവിക്കുള്ള മസാലകൾ കൂടി ആഡ് ചെയ്യാം. ഞാൻ വീട്ടിൽ അരച്ച് വെച്ചിരുന്ന ഫിഷ് മസാല 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ കാശ്മീർ മുളക് പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരക അരച്ച് വെച്ചിരുന്നത് പൊടിയാക്കി അരച്ച് വെച്ചിരുന്നത് 1/2 ടീസ്പൂൺ എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. നമുക്ക് എരിവ് വേണമെങ്കിൽ പാകത്തിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തായിരുന്നു, അതുകൊണ്ട് അധികം എരിവ് ഇവിടെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പാകത്തിന് ഇട്ട് കൊടുത്തിരിക്കണേ. അപ്പോൾ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുടംപുളിയാണ് എടുത്തിരിക്കണേ. ഒരു 4 പീസ് കുടംപുളിയും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ആ മസാലൻ്റെ മണമൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറുന്ന വരയ്ക്കും ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് പാകത്തിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് തിള വന്നതും നെത്തോലി ഫിഷ് ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിനുണ്ട്. ഇനി തിളച്ച ശേഷം നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫിഷൊക്കെ ഇട്ട് കൊടുത്ത ശേഷം അധികം മിക്സാക്കാൻ പാടില്ല. ഫിഷ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലേശം ഒന്ന് മിക്സാക്കിയ ശേഷം അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഗ്രേവി റെഡിയാവും. അപ്പോൾ ഏതായാലും അപ്പുറത്തെ അടുപ്പത്ത് മാറ്റി വെച്ചിട്ട് ചെറു തീയിലാണ് ഇത് വറ്റിച്ചെടുക്കണേ. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് മാറ്റി വെച്ചിട്ട് ഇതിൽ ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ പാത്രം വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെത്തോലി ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഫിഷൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. പകുതിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പകുതി ഒരു ട്രിപ്പും കൂടെ പൊരിച്ചെടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. പൊതുവേ എല്ലാ ഫിഷും നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് മറിച്ചും കൂടെ ഇട്ട് കൊടുക്കാം.
നെത്തോലി ഫിഷ് ഫ്രൈ നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേകം ടേസ്റ്റാണ് ഈ ഫിഷിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മസാല വെച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ശേഷം ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുത്ത് കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നെത്തോലി ഫിഷ് വെച്ചിട്ട് ഓരോ ഡിഷ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുട്ടികൾക്ക് കഴിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഒരു ട്രിപ്പ് എടുത്ത് മാറ്റി ഈ ബാക്കിയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പുറത്തെ അടുപ്പിൽ ഗ്രേവി റെഡി ആയിട്ടുണ്ട്, അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം. അങ്ങനെ നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ കോരി മാറ്റാം. ചോറ് ഞാൻ ആദ്യം തന്നെ വെച്ചായിരുന്നു. അപ്പുറത്ത് ചൂടുവെള്ളമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ലഞ്ചിനുള്ള റൈസ്, നെത്തോലി ഗ്രേവി, നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. താങ്ക് യു.